ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് ഞങ്ങളുടെ ഹണിമൂൺ ട്രിപ്പാണ്. ഒരുപാട് സന്തോഷത്തോടെ ഇത് ചെയ്യുന്ന വീഡിയോ കേട്ടോ. എല്ലാ വീഡിയോസും ചെയ്യുമ്പോൾ സന്തോഷമുണ്ട്, പക്ഷേ അതിനേക്കാളും കൂടുതൽ ഇരട്ടി സന്തോഷത്തോടെ ചെയ്യുന്ന ഒരു വീഡിയോ ആണിത്. എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ ഡാഡിയും മമ്മിയൊക്കെയാണ് കൊണ്ടാക്കിയത്. അപ്പം ഞങ്ങൾ എയർപോർട്ടിലേക്ക് പോവുകയാണ്. ഞങ്ങൾക്ക് ഈ സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ കല്യാണത്തിന് ഡേറ്റ് ഫിക്സ് ആവുന്നതിന് മുമ്പ് ഞങ്ങളുടെ ഹണിമൂണിൻ്റെ കാര്യങ്ങളെല്ലാം ഞങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനെ ഞങ്ങൾ ഒത്തിരി സഹായിച്ചത് ബഡ്ജറ്റ് ഹോളിഡേയ്സ് ആട്ടോ. അവർ നല്ല ഹെൽപ്ഫുള്ളാണ്. അവിടെ ചെന്നാലും ഇവിടെ നിന്ന് കാര്യങ്ങൾ പറഞ്ഞു തരാനും അഫോർഡബിളും ആണ്, നല്ലതാണ് കേട്ടോ. നിങ്ങൾക്ക് ആരെങ്കിലും നിങ്ങൾ ഇൻ്റർനാഷണൽ ട്രിപ്പൊക്കെ പോകുന്നുണ്ടെങ്കിൽ അവരുമായിട്ട് കോൺടാക്ട് ചെയ്താൽ വളരെ നല്ലതായിരിക്കും കേട്ടോ. ഫസ്റ്റ് ടൈമാണ് ഞാനൊരു ഇൻ്റർനാഷണൽ ട്രിപ്പ് പോകുന്നത്. ഇതിനു മുമ്പ് ജോലിക്ക് പോയിട്ടുണ്ട്, പക്ഷേ ട്രിപ്പ് ആദ്യമായിട്ടാട്ടോ. ഈ സ്ഥലം ഡിസൈഡ് ചെയ്തത് ഞാൻ തന്നെയായിരുന്നു. ഞാൻ ഇച്ചേനോട് ഇങ്ങനെ ചോദിച്ചു എവിടെ പോകണം, ഞാനാണ് ഈ സ്ഥലമൊക്കെ പറഞ്ഞത്. അങ്ങനെ ഞങ്ങളവിടെ ചെന്ന് രാവിലെ 10 മണിക്കായിരുന്നു ഫ്ലൈറ്റ് ഇൻഡിഗോ. നമ്മൾ 7 മണിയൊക്കെ ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. അതുകൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു. ഞങ്ങൾ ബർഗർ കിങ്ങിൽ നിന്ന് 2 ബർഗറും ഫ്രൈസും കോളയാണ് കഴിച്ചത്. പക്ഷേ എൻ്റെ പൊന്നു ദൈവമേ, ഇതോടുകൂടി ഞാൻ ബർഗർ വെറുത്തു പോയി. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അതെല്ലാം കഴിച്ച് ഞങ്ങൾ എല്ലാം ഇമിഗ്രേഷനും എല്ലാം കഴിഞ്ഞ് ഗേറ്റ് നമ്പർ 6 ആയിരുന്നു നമ്മൾ അവിടെ ചെന്നു. അവിടെ ചെന്ന് കഴിയുമ്പോൾ ബസ് റെഡിയായിരുന്നു. ബഡ്ജറ്റ് ഹോളിഡേയ്സിൻ്റെ തന്നെ വേറെ കപ്പിൾസ് കാര്യങ്ങളുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഡിസൈഡ് ചെയ്യുന്ന പോലെയാണ് എല്ലാ കാര്യങ്ങളും. അവർ നമുക്കെല്ലാം പറഞ്ഞു തരും. നമുക്ക് എന്തൊക്കെയാണോ വേണ്ടതെന്ന് വെച്ചാൽ നമുക്കത് സോർട്ട് ചെയ്തെടുക്കാം. അങ്ങനെയാണ് കേട്ടോ. അപ്പം നമ്മൾ ഇൻഡിഗോയിലാണ് പോകുന്നത്. നമ്മുടെ ഫ്ലൈറ്റ് കുറച്ച് ലാസ്റ്റായിട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങോട്ടേക്കൊരു ബസ്സിനാണ് പോയത്. ശരിക്കും എന്താ പറയുക, എനിക്ക് ഭയങ്കരമായിട്ടും ഇഷ്ടപ്പെട്ട, ലൈഫിൽ ഒരിക്കലും മറക്കില്ലാത്ത ട്രിപ്പാണ്. 1 അവർ നമ്മുടെ കൊച്ചിയിൽ നിന്ന് നമുക്ക് ട്രാവലുള്ളൂ. അവിടെ ചെല്ലുമ്പോൾ കണ്ടാൽ നമ്മൾ താഴത്തോട്ട് നോക്കുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാണുന്നത്. നമ്മളങ്ങനെ ലാൻഡ് ചെയ്തു, നമ്മുടെ ലഗേജ് എടുത്തു. അതിനിടയ്ക്ക് എൻ്റെ ചെരുപ്പ് കൂട്ടി പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞ് നമ്മൾ ലഗേജ് എല്ലാം കളക്ട് ചെയ്ത് നമ്മളെ ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടി ഒരാൾ അവിടെ ഉണ്ടാകും. നമ്മൾ ആളെ കണ്ടുപിടിച്ചു. അവരും ബോർഡൊക്കെ ആയിട്ട് അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് ആളെ കണ്ടുപിടിച്ചു. പക്ഷേ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ചെന്ന ഒരു ഫ്രൈഡേ ആയിരുന്നു കേട്ടോ. നമ്മൾ അവിടെ നിന്ന് മേടിച്ച ഫ്ലൈറ്റാണ്. അവിടെ കുറച്ച് എന്താ പറയുക, കുറച്ച് എയർപോർട്ടിൽ കുറച്ച് എമൗണ്ടൊക്കെ ആവും കേട്ടോ. നമ്മൾ സ്പ്രൈറ്റ് കാര്യങ്ങളൊക്കെ മേടിക്കുമ്പം. ഇതുണ്ട്, വ്യൂ നോക്ക്, എന്ത് രസമായി. നമ്മൾ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നേരെ കാണുന്ന വ്യൂ കേട്ടോ. ഈ കാര്യം എന്ന് വെച്ചാൽ ഞങ്ങളവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ഇന്ന് ഫ്രൈഡേ ആണ്. ഓരോ ബോട്ടിങ്ങിനും ഓരോ ടൈമുണ്ട്. ആ ടൈം അനുസരിച്ചാണ് നമ്മൾ ഇവിടുന്ന് നമ്മുടെ ഹോട്ടലിലേക്ക് കൊണ്ടുപോകത്തുള്ളൂ. ഞങ്ങൾക്ക് 2 മണിക്കൂർ അവിടെ പോസ്റ്റ് കിട്ടി. ആ ഒരു ചെറിയ സീൻ ഒഴിച്ച് ബാക്കിയെല്ലാം ഭയങ്കര സൂപ്പറായിരുന്നു. പക്ഷേ ആ 2 മണിക്കൂർ നമുക്ക് അവിടെ നിൽക്കേണ്ട വന്നതുകൊണ്ടാണ് ശരിക്കും ഇത്രയും രസമായിട്ട് നമുക്കിതെല്ലാം കാണാൻ പറ്റും കേട്ടോ. അവിടുത്തെ വെള്ളത്തിനൊക്കെ ഒരുമാതിരി നീല കളർ. എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് കാണുന്നു. ഭയങ്കര രസമാണ്. നിങ്ങളെല്ലാവരും വൺസെങ്കിലും മാൽദ്വീപ്സിൽ പോകണം. അത്രയും സൂപ്പറാണ്. ബഡ്ജറ്റ് ഹോളിഡേയ്സ് ആണെങ്കിൽ നിങ്ങൾ നോക്കുന്നെങ്കിൽ ഒത്തിരി ഹെൽപ്പ് ചെയ്യും, അഫോർഡബിളാണ്. നമുക്ക് പിന്നെ വിശന്നു, നമ്മളൊരു സ്പ്രൈറ്റൊക്കെ കുടിച്ചു, പിന്നെ വിശന്നു, പിന്നെ ഞങ്ങൾ ഐസ്ക്രീം കഴിച്ചു. ഇത് എമൗണ്ട് ഞാൻ മറന്നുപോയി, പക്ഷേ അത്ര വലിയ പൈസയൊന്നും ഇല്ലായിരുന്നു ഇതിന്. പിന്നെ ഞങ്ങളുടെ 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ബോട്ട് വന്നു. അവർ നമുക്ക് ലഗേജൊക്കെ നമ്മൾ അവരുടെ കയ്യിൽ എടുത്തു കൊടുത്തു. എല്ലാവരും അവിടെയുള്ള മനുഷ്യന്മാർ നല്ലവരാണ് കേട്ടോ. ഭയങ്കര നമ്മൾ പുറത്തുനിന്ന ആൾക്കാരാണ്. അതുകൊണ്ട് നമ്മൾ ഒത്തിരി അവർ ഹെൽപ്പ് ചെയ്യും. ഇതാണ് നമ്മൾ പോകുന്ന ബോട്ട്. നമ്മളിവരുടെ ഐക്കോം എന്ന് പറഞ്ഞിട്ട് ഉള്ള ഇവരാണ് നമ്മളെ കൊണ്ടുപോട്ടോ. നമ്മളുടെ ഹോട്ടൽ സ്റ്റേ ചെയ്യുന്ന മഫുഷിയിലാണ്. നമ്മൾ അങ്ങോട്ടേക്കാണ് ഇപ്പോൾ പോകുന്നത്. അതുപോലെ തന്നെ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇതുപോലത്തെ ബോട്ടേ കയറുന്നതും. ആദ്യമേ ചെറിയൊരു പേടി പോലെ വന്നു, പക്ഷേ എങ്കിലും നമുക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ ഭയങ്കര സ്പീഡിൽ ഇവർ പോകുന്നത്. നമുക്ക് ആദ്യമേ ചെറിയൊരിതാണ്. പിന്നെ ഇതിനൊക്കെ യൂസ്ഡ് ആയിട്ടുള്ളവർക്ക് കുഴപ്പമുണ്ടായില്ല. നല്ല ചൂടുണ്ടായിരുന്നു. മസ്റ്റായിട്ട് നിങ്ങളെല്ലാവരും സൺഗ്ലാസ് ഒന്ന് കൈ കരുതണം എന്തായാലും കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് പേര് നമ്മൾ അവിടുന്ന് എയർപോർട്ടിൽ നിന്ന് കയറിയപ്പോൾ കുറച്ച് മല്ലൂസ് ഉണ്ടായിരുന്നു. പക്ഷെ പലരും പല ഹോട്ടലും കാര്യങ്ങളൊക്കെയാണ് ബുക്ക് ചെയ്യുന്നത്. കാരണം ആ കാണുന്ന പാലം ഈ മാലിയുടെ ടൗണിലേക്കുള്ള പാലമാണ്. നമ്മൾ അവിടെ ചെന്നപ്പോൾ തന്നെ നമ്മുടെ ഹോട്ടലിലെ ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. അവർ നമ്മൾ ഇൻവൈറ്റ് ചെയ്തു. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ലഗേജ് ഒരു കൊണ്ടുപോയി. ഈ ചേട്ടനാണ് നമ്മൾ ഹോട്ടലിലേക്ക് കൊണ്ടുവന്നത്. ഇവിടെ നിന്ന് അധികം ദൂരമില്ല, നടക്കാനുള്ള ദൂരമുള്ളൂ. പക്ഷേ നല്ല ആ ഹോട്ടലാണെങ്കിലും ഭയങ്കര അടിപൊളി ഹോട്ടലാണ്. അതുപോലെ തന്നെ അവർ കസ്റ്റമർ സർവീസും ഭയങ്കര സൂപ്പറാട്ടോ. അരീന സീ വ്യൂവിലാണ് നമ്മൾ താമസിച്ചത്. പിന്നെ പോകുന്ന വഴിക്കെല്ലാം ഓരോരോ വാട്ടർ ആക്ടിവിറ്റീസൊക്കെ ചെയ്യുന്ന ഓഫീസുകൾ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അവിടുത്തെ ചെറിയ തത്ത പോലത്തെ എന്തോ ഒരു സംഭവമൊക്കെ നമ്മളവിടെ കാണുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ തന്നെ
നല്ല രസമാണ്. എനിക്കെൻ്റെ വ്യൂ ആണ് എൻ്റെ ദൈവമേ, ഞാൻ സ്വർഗത്തിൽ ചെന്ന പോലെ എനിക്ക് തോന്നി. ഞാനത് കുറേ പ്രാവശ്യം എൻ്റെ ഹസ്ബൻഡിനോട് പറയുകയും ചെയ്തു, എന്ത് രസമാണ് കാണാൻ. ലൈഫിൽ ആദ്യമായിട്ട് നമ്മൾ ഈ സാധാരണ ഫോട്ടോസും വീഡിയോസൊക്കെ കാണുന്നില്ല, ഇപ്പം നമ്മുടെ കണ്ണുകൊണ്ട് കാണുമ്പം അത് വേറൊരു ഇതാണ്. ഇപ്പം എത്ര കണ്ണേ എനിക്ക് വീഡിയോസ് എടുക്കാൻ പറ്റിയെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ എങ്കിലും വീഡിയോയിൽ കാണുന്നേക്കാളും ഒരു 100 ഇരട്ടി ഭംഗിയാണ് അവിടെ ചെല്ലുമ്പം. എനിക്ക് ഇനിയും പോകുന്നത് ഭയങ്കര ആഗ്രഹം കേട്ടോ. ഇതാണ് നമ്മളുടെ ഹോട്ടൽ അരീന സിവിയിലാണ് നമ്മൾ താമസിച്ചത്. ഇവിടെ ചെല്ലുമ്പോൾ ഒരു വെൽക്കം ഡ്രിങ്ക് തന്നു. പിന്നെ അതുപോലെ തന്നെ മറ്റേ ഒരു വെറ്റ് ടിഷ്യൂവിന് പകരം വെറ്റ് ടിഷ്യൂ തന്നെയാണത്, അത് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അത് നല്ല സുഖമായിട്ട് നമ്മൾ ഈ ചൂടത്ത് നിന്നിട്ട് നല്ല തണുത്ത വെറ്റ് ടിഷ്യൂ നമ്മുടെ മുഖത്തോട്ട് വെക്കുമ്പോൾ എന്നാ സുഖമെന്നറിയാമോ. പിന്നെ ആ ജ്യൂസ് നല്ല സൂപ്പറായിരുന്നു. അങ്ങനെ ഇച്ചയാണെങ്കിൽ ആ ഡീറ്റെയിൽസ് നമ്മുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഫിൽ ചെയ്ത് കൊടുക്കുകയാണ്. ഇതാണ് നമ്മൾ ഫുഡ് കഴിക്കുന്ന സ്ഥലം. ഇവിടെ ബൊഫേ ആണുള്ളത്. ഇഷ്ടംപോലെ ഫുഡ് കാര്യങ്ങളുണ്ട്, നല്ല ടേസ്റ്റുള്ള ഫുഡൊക്കെ ആയിട്ടോ. ഇതായിരുന്നു നമ്മൾ ചെന്നപ്പോൾ കഴിച്ച സൂപ്പ്. അതിൻ്റെ കുറേ സംഭവങ്ങൾ കഴിച്ചു. ഇച്ചെന്തോ ചിക്കൻ്റെ സംഭവമാണ് കഴിച്ചത്. ഞാൻ കഴിച്ചത് ബീഫ് സ്റ്റിക്കായിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈമാണിത് കഴിക്കുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ലതായിരുന്നു. കുറച്ച് കട്ടിയായിട്ടുണ്ടായിരുന്നു, പക്ഷേ എങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഐസ്ക്രീമൊക്കെ കഴിച്ചു. അവിടെ നിന്ന് ഇറങ്ങി കണ്ട ഞാൻ പറഞ്ഞ തത്ത പോലത്തെ എന്തോ ഒരു സംഭവമാണ്. പിന്നെ നമ്മളവിടെ കുറച്ച് നേരം വിശ്രമിച്ചു. ഞാൻ ഹോട്ടലിൻ്റെ വീഡിയോസൊക്കെ നെക്സ്റ്റ് ഒരു വീഡിയോ അതിൻ്റെ മാത്രമായിട്ട് തന്നെ ഇടാം. പിന്നെ നമ്മൾ ലാസ്റ്റ് ഒരു 4 മണി 5 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ ഫിഷിങ്ങിന് പോയി കേട്ടോ. അതിനും കുറച്ച് കപ്പിൾസ് ഉണ്ട്. നമ്മൾ 5-6 കപ്പിൾസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ 2 കപ്പിൾസ് മാത്രമാണ് ബോട്ടിന് മേളിൽ കയറിയിരുന്നത്. അതൊരു നൈസ് എക്സ്പീരിയൻസ് ആണോ. അതുകൊണ്ട് പാരച്യൂട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് അപ്പോൾ കാണാൻ പറ്റും. ഇതൊക്കെ നമുക്ക് അവിടെ ചെയ്യാൻ പറ്റും, അത് വേറെ കാര്യം. ഭയങ്കര രസമാണ്. നമ്മളുടെ ഐലൻഡ് ആണെങ്കിലും നമ്മളുടെ സ്കൈ ആണെങ്കിലും കാണാൻ ഭയങ്കര രസമാണ്. ഇവർ നമുക്കിങ്ങനെ പറഞ്ഞു തരും കേട്ടോ എങ്ങനെയാണ് ഫിഷിങ് ചെയ്യുന്നത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പം പിന്നെ അതുകൊണ്ട് ഇരുട്ടും തോറും നല്ല ഭംഗി കൂടി വരുവാണ്. അത് ഞങ്ങൾ രണ്ടുപേരും ഫിഷ് ചെയ്തപ്പം ആദ്യം എൻ്റെ ഹസ്ബൻഡിന് ഉച്ചയ്ക്ക് ഒരു മീൻ കിട്ടി. ഏകദേശം മറ്റേ നമ്മുടെ ആ കിളിമീൻ്റെ ഒക്കെ വലിയൊരു മീനില്ല, അതുപോലത്തെ ഒരു മീനാണ് കിട്ടുന്നത്. ഇത് ഞാൻ പിടിച്ച മീൻ. ഞങ്ങൾക്ക് 2 പേർക്കും മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. എനിക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു, ഇച്ചയ്ക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു വട്ടം മാത്രമല്ല കേട്ടോ. അങ്ങനെ മീൻ പിടിച്ചു. ഞങ്ങളെ മാത്രമല്ല എല്ലാ കപ്പിൾസിനും മീൻ കിട്ടിയിട്ട് അതുകൊണ്ട് നമുക്ക് ഭയങ്കര സന്തോഷം. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഫിഷിങ് ചെയ്യുന്നത്. ഇച്ചിയും ഫസ്റ്റ് ടൈം ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. പല നാഷണാലിറ്റീസൊക്കെ ഉണ്ട് കേട്ടോ. അവരും നമ്മളോട് ഭയങ്കരമായിട്ട് സംസാരിക്കും, നല്ല രസമാണ്. ഇതാണ് ഞങ്ങൾ 5-6 കപ്പിൾസ് പിടിച്ച മീനാണ്. എല്ലാം ഒരേപോലത്തെ മീനാണ് കിട്ടിയേക്കുന്നത്. ഒരു മീൻ മാത്രമാണ് വേറെ കിട്ടിയിട്ടുള്ളൂ, ബാക്കിയെല്ലാം ഒരേപോലത്തെ ഈ ചെമ്പല്ലി പോലത്തെ മീനാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. അങ്ങനെ നമുക്ക് ചെല്ലുമ്പം അന്ന് വൈകിട്ടത്തെ ഫുഡ് ഈ മീൻ തന്നെ ഗ്രില്ല് ചെയ്താണ് നമുക്ക് തരുന്നത് കേട്ടോ. നമ്മൾ പിടിച്ച മീൻ തന്നെ. എനിക്കത് തീരെ അത്ര ഇഷ്ടപ്പെട്ടില്ല സത്യം പറഞ്ഞാൽ. ഞാൻ ഇങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ഫുഡൊക്കെ ട്രൈ ചെയ്യുന്ന ആളാണ്, പക്ഷേ ആ ടേസ്റ്റ് എന്തും എനിക്കങ്ങ് പിടിച്ചില്ല. കുറച്ച് കഴിച്ചു, ഞാൻ കുറച്ച് കഴിച്ചു. അങ്ങനെ വേറെ എവിടെയെങ്കിലും ഫുഡ് കിട്ടുമെന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ തേടി കിടന്നപ്പോഴാണ് വേറെ കുറേ ഷോപ്പുകളൊക്കെ കണ്ടു. അപ്പോഴാണ് നമ്മൾ കണ്ടുപിടിച്ചത് $20 അവിടെ ബൊഫേ ഉണ്ടെന്ന്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും അത് ട്രൈ ചെയ്തു. അതിൻ്റെ കൂടെ ഒരു ജ്യൂസും കുടിച്ചു. സൂപ്പറായിരുന്നു കേട്ടോ അന്നത്തെ ദിവസം.